നോമ്പിനൊക്കെ പലപ്പോഴേ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം വെജിറ്റബിൾസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം അതിൻ്റെ പച്ചക്കുത്തൽ പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്താണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പോട്ടിലാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി അടുത്തതാണ് ഞാനിതിലേക്ക് ബാലൻസ് ഉണ്ടായിരുന്ന പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊറോട്ടയും ഇതുപോലെ നമ്മുടെ ആ റെഡിയാക്കി എടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പോട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. പോട്ടിൽ ആദ്യം തന്നെ ഞാനൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷമാണ് പൊറോട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി വീണ്ടും മുകളിലായിട്ട് നമ്മൾ പൊറോട്ട അതുപോലെ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലേക്കൊക്കെ ഒന്ന് നല്ലപോലെ നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മുട്ടയുടെ മിക്സ് സൈഡിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെ മുകളിലായിട്ട് മസാല ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ പൊറോട്ട മിക്സ് വെച്ച് കൊടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിന് മുകളിലൂടെ തന്നെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെറും 3 പൊറോട്ടയാണ് ഞാനിതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പൊറോട്ട വെച്ചിട്ടുള്ള സ്നാക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പൊറോട്ട വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി എന്നൊക്കെ പറയാമല്ലേ. നല്ല അടിപൊളിയായിട്ട് നല്ല ലെയറായിട്ടാണ് കേട്ടോ അതിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പൊറോട്ടയൊക്കെ കുക്ക് ആയതാണല്ലോ. പിന്നെ നമ്മുടെ ഫില്ലിങ്ങും നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അധികം സമയം വെന്ത് വരാനായിട്ട് ആവശ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഒന്ന് സെറ്റായി കിട്ടേണ്ട ടൈം മാത്രമേ ആവശ്യമുള്ളൂ.